അച്ചായ, അച്ചായ. എന്തു ആടി കുഞ്ഞെ ഈ പാതിരാത്രിക്ക്? അച്ചായ, എനിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെന്നേ. എന്തു ആടി കുഞ്ഞെ ഇത്ര വലിയ പ്രശ്നം? നമ്മുടെ തൊമ്മിച്ചൻ്റെ ഫീസ് നാളെയല്ലേ അടയ്ക്കേണ്ടത്? നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇരിപ്പില്ലല്ലോ. കിടക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞതല്ലേ, ദൈവം നമുക്ക് വേണ്ടി കരുതും. എനിക്കാണെങ്കിൽ ആദ്യം കയറിയിട്ട് വയ്യ. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ അച്ചായ? എങ്കിൽ എഴുന്നേൽക്ക്, നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട്. ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. അപ്പച്ചാ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളെ ഹല്ലേലൂയ ഇത്രത്തോളം ഞങ്ങളെ അവിടുന്ന് ഹല്ലേലൂയ വഴി നടത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നപ്പാ. ഇനിയും കർത്താവേ ഞങ്ങളെ നടത്തുവാൻ അവിടുന്ന് ഹല്ലേലൂയ കഴിവുള്ള ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ. കർത്താവ് ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രതികൂലങ്ങളിലും പ്രയാസങ്ങളിലൊക്കെ ഞങ്ങളെ അവിടുന്ന് കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി അതിശയകരമായി മഹോത്സവമായി ഞങ്ങളെ നടത്തിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇനിയും കർത്താവേ ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം നടത്തിയതിനായി ഒരിക്കൽ കൂടി നന്ദി പറയുന്നപ്പാ. യേശു കർത്താവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. എടി ചിന്നമോ, എൻ്റെ മൊബൈൽ എവിടെ കൊണ്ട് വെച്ചേക്കുവാടി? ചർച്ച് ഗ്രൂപ്പിൽ പാസ്റ്റർ മെസ്സേജ് ഇട്ടിട്ടുണ്ടാവും. ചുമ്മാതെങ്കിലും ഒരു ആമേനടിക്കട്ടെ. മനുഷ്യ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ചിന്നമോ എന്ന് വിളിക്കരുതെന്ന്. അയ്യോ എടി, ഞാൻ മൊബൈലല്ലേ ചോദിച്ചത്. അതിന് നീ എന്തിനാ കത്തി എടുത്തോണ്ട് വരുന്നേ? ചിന്നമ്മ എന്ന പേര് നിന്റെ അപ്പനും അമ്മയും ഇട്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അപ്പനും അമ്മയും ഇട്ട പേര് തൊമ്മിച്ചൻ എന്നല്ലേ? എന്നിട്ടും ഞാൻ ടോം എന്നല്ലേ വിളിക്കുന്നത്. അതുപോലെ നിങ്ങൾ എന്നെ ചിന്നു എന്ന് വിളിച്ചൂടെ? എല്ലാവരുടെയും മുന്നിൽ ചിന്നു ടോം എന്ന് വിളിച്ചാൽ എന്ത് രസമാ കേൾക്കാൻ. ഓ പിന്നെ, കല്യാണം കഴിച്ചിട്ട് 10-18 വർഷമായി. അവൾക്ക് 40 വയസ്സും. ആഴ്ചയിലാഴ്ച 2 പ്രാവശ്യം വെച്ച് തലമുടിയും കറുപ്പിച്ച് പുട്ടി അടിക്കുന്നവളാ ഒരു ചിന്നു. എന്താ ടോം പിറുപിറുക്കുന്നത്? അത് പിന്നെ നിന്റെ ചിന്നു എന്ന പേര് നല്ലൊരു പേരാണെന്ന് പറഞ്ഞതാ. ആണോ ടോം? ചിന്നു നല്ല പേരാണോ? പിന്നല്ലേ, ചിന്നു നല്ല സൂപ്പർ പേരാ. ജിലേബിയുടെ മുകളിൽ മുട്ടക്കറി ഒഴിച്ച പോലുണ്ട്. എടി, പേരൊക്കെ വെട്ടി ചുരുക്കി മോഡേൺ ആകുമ്പോൾ നീ ഒന്ന് ആലോചിക്കണം. നിന്റെ അപ്പനും അമ്മയും എത്ര നാൾ ചാണകം മാരിയും പശുവിനെ കറന്നുമാണ് നിന്നെ ഈ നിലയിലാക്കിയെന്ന് നീ എപ്പോഴേലും ഓർക്കാറുണ്ടോ? അയ്യടാ, ഇതാരാ ഈ പറയുന്നേ? നിങ്ങളെയും അങ്ങനെ തന്നെയല്ലേ വളർത്തിയത്? ആഹാ, പിന്നെ ഒരു വ്യത്യാസമുണ്ട്. നിങ്ങളുടെ അപ്പനും അമ്മയും അവരുടെ ഇല്ലായ്മയിൽ കർത്താവിനെ സ്നേഹിച്ചു. നിങ്ങളോ വലിയ ആളൊന്നുള്ള അഹങ്കാരവും പോരാഞ്ഞിട്ട് എല്ലാത്തിനോടും പരമപുച്ഛവും. അത് ശരി, നിനക്ക് ഇത്രയൊക്കെ പ്രസംഗിക്കാൻ അറിയാമോ?
എന്നാൽ പിന്നെ നമ്മുടെ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ നിനക്കൊരു ചാൻസ് തരാൻ ഞാൻ പാസ്റ്ററിനോട് പറയാം. ഓ ശരി, സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് കിട്ടിയില്ലേ? കിട്ടി. നിന്നോട് സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ആഹാ, നിങ്ങൾ പുറത്തേക്ക് പോകുവാണോ? എന്നാ പിന്നെ പോകുന്ന വഴിയിൽ ആ റോസ്ലിൻ്റെ ബ്യൂട്ടി പാർലറിലേക്ക് എന്നെ കൂടെ വിടാമോ? ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ? ഇന്നലെ നമ്മുടെ ചർച്ചിൻ്റെ 12 മണിക്കൂർ പ്രെയർ. നീ പിന്നെ രാവിലെ ഏത് ഊട്ടി പാർലറിലേക്ക് അടി പോകുന്നേ? ഈ ഉപദേശിക്കുന്ന നിങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ലേ? എടി ചിന്നു, പ്രാർത്ഥന എന്നും പറഞ്ഞ് അവിടെ പോയിരുന്നാൽ 2 മണിക്കൂർ വെറുതെ പോകും. ഈ പാട്ടും പ്രാർത്ഥനയും നമുക്കറിയാവുന്ന കാര്യമല്ലേ? വേണമെങ്കിൽ കുറച്ച് വചനം പാസ്റ്റർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ആ 2 മണിക്കൂർ ഓഫീസിൽ പോയിരുന്നാൽ 4 മണിക്കൂറിൻ്റെ കാശ് തിരിച്ചു കിട്ടത്തില്ലേ? എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഇത്രയും ഓവർ ടൈം ചെയ്തിട്ടും ഒന്നിനും തികയുന്നില്ലല്ലോ. എടി ചിന്നു ടോമേ, നീ മുടി കറുപ്പിച്ചും മുഖം വെളുപ്പിച്ചും കുടുംബം വെളുപ്പിച്ച പണം തിരികെ പിടിക്കാനാ ഞാൻ ഓവർ ടൈം ചെയ്യാൻ പോകുന്നേ, അറിയാമോ? എൻ്റെ ടോമേ, നിങ്ങൾ എന്താ വിചാരിച്ചേ? ഇന്ന് സെക്കൻഡ് സാറ്റർഡേ മീറ്റിംഗിൽ നമ്മൾ പോകുമ്പോൾ അവിടെ 4 ആൾ കൂടുന്നതല്ലേ? അപ്പോൾ കുറച്ച് വൃത്തിയും മനയുമേ പോകണ്ടേ? നീ എന്തേലും കാണീര്. അല്ലെങ്കിൽ പിന്നെ ടോമേ, ഞാൻ ഈ ബ്യൂട്ടി പാർലറിൽ പോകുന്നില്ല. അയ്യോ, നിനക്ക് ഇത്ര പെട്ടെന്ന് മാനസാന്തരം വന്നോടി? അതല്ലെന്നേ, അവർ പുതിയൊരു സർവീസ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെന്നേ, ബ്യൂട്ടി അറ്റ് ഹോം. അവരുടെ ഒരു സ്റ്റാഫിനെ നമ്മുടെ വീട്ടിലേക്ക് വിടുമെന്നാ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഓ, രക്ഷപ്പെട്ടു. ഹലോ, പ്രൈസ് ദി ലോർഡ് പാസ്റ്ററേ. പ്രൈസ് ദി ലോർഡ് ടോം ബ്രദറെ, സന്തോഷമായിട്ടിരിക്കുന്നോ? സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ വിളിച്ചത് നമ്മുടെ സെക്കൻഡ് സാറ്റർഡേ മീറ്റിംഗ് ആണ്. വിവരം അറിഞ്ഞിരുന്നോ? ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. മെസ്സേജ് കണ്ടിരുന്നു പാസ്റ്ററേ. മീറ്റിംഗ് തുടങ്ങിയിട്ടും ആള് തീരെയില്ല. അതുകൊണ്ട് ഞാൻ ഓരോരുത്തരായി വിളിച്ചോണ്ടിരിക്കുക. അത് പാസ്റ്ററേ, നമ്മുടെ ചിന്നുവിൻ്റെ ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, എനിക്ക് ഓഫീസിൽ അത്യാവശ്യമായിട്ട് കുറച്ച് പണിയും തീർക്കാനുണ്ടായിരുന്നു. അത് ടോം ബ്രദറെ, അതിഥി സൽക്കാരമൊക്കെ നല്ലതാ, പക്ഷേ നമ്മുടെ പ്രയറുള്ള ദിവസം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. നോഹയുടെ കാലത്തും ഇതുപോലെയായിരുന്നു. ജനം തിന്നും കുടിച്ചും ആ കാലത്തെ നശിപ്പിച്ചു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ പാസ്റ്ററേ, ലാൽ സലാം. അല്ലല്ല, പ്രൈസ് ദി ലോർഡ്. ചിന്നുസേ, ആ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്തേ. ആമസോണിൽ നിന്നായിരിക്കും. അല്ല, ഇതാരാ? പാപ്പച്ചായനോ? ആ ചിന്നു, ഇന്ന് നിങ്ങൾ മീറ്റിങ്ങിന് പോയില്ലേ? ഓ ഇല്ല ചായ, കുറച്ച് തിരക്കായി പോയി. ഓ, അതിരിക്കട്ടെ. നമ്മുടെ തൊമ്മിച്ച നിന്തിയേ? ഇവിടെ ചായ, കേറി വാ. ആഹാ, ഇതാരാ പാപ്പിച്ചായനോ? വന്ന കാലേ ഇരിക്കാതെ നിൽക്കാതെ ഇരിക്കച്ച. തൊമ്മിച്ച, ഞാനിവിടെ നെസ്റ്റോയിലൊന്ന് വന്നതാ. വന്നപ്പോൾ നിന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോവാം എന്ന് കരുതി. കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാനുണ്ട് കേട്ടോ. എന്താ അച്ഛാ ഇതിന് മാത്രം കാര്യങ്ങൾ സംസാരിക്കാൻ? വാ, നമുക്ക് ഇരുന്നങ്ങ് സംസാരിക്കാം. ഓ, എന്തോന്ന് വെച്ചാൽ ഞാനിപ്പം സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ അല്ലേ. കോഡ് ടൈം ഓൺലൈൻ, പിന്നെ ഓഫ്ലൈൻ, വീണ്ടും ചിലപ്പോൾ ഓൺലൈൻ. ഇതിപ്പോൾ ഓണാണോ ഓഫാണോ എന്നും ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ. വരുന്ന പിള്ളേരെ പഠിപ്പിക്കാനാണെങ്കിൽ അതിനുള്ള ആളുമില്ല. ഈ കാര്യത്തിന് നിന്നോട് സംസാരിച്ച് ഒരു പരിഹാര മാർഗം കണ്ടിട്ട് പോകാം എന്ന് കരുതി. അതിന് സൺഡേ സ്കൂളിൻ്റെ ആൾക്കാരില്ലേ അച്ചായ? ഓ, നമ്മുടെ ടിവിമോൻ ഇന്ത്യയെ, അവനെ ഇപ്പോൾ ചർച്ചിലോട്ടൊന്നും കാണുന്നില്ലല്ലോ. അച്ഛാ, എന്താ അച്ഛാ ഈ പറയുന്നേ? കോവിഡിന് ശേഷം പിള്ളേരൊക്കെ അങ്ങ് ഹൈടെക് അല്ലേ. അതുമാത്രമല്ല, അവനിപ്പോൾ ഹയർ കോഴ്സിനും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ സൺഡേ സ്കൂളിൽ പഠിച്ച ആത്മീയത ഉള്ള കുഞ്ഞല്ലേ അവൻ. അതുകൊണ്ട് അധ്യാപകരുടെ ഒഴിവ് വന്നപ്പോൾ അവനെ കൂടി ഉൾപ്പെടുത്താം എന്ന് കരുതി. അച്ചായൻ, എൻ്റെ മോൻ ടിബിയെ കുറിച്ച് തന്നെയാണോ ഈ പറയുന്നത്? അതേടാ മോനെ.
അച്ചായ, അത് സൺഡേ സ്കൂളിൻ്റെ കൊണ്ട് മാത്രമല്ല, ഞങ്ങളുടെ വളർത്തു ഗുണവും ഉണ്ട്. നീ എന്തായാലും അവനോടൊന്ന് സംസാരിക്ക്. നമുക്ക് ഒരു ടീച്ചറിൻ്റെ ആവശ്യമുണ്ട്. അവനെപ്പോലെ ഒരാളെ നമുക്ക് വേണം. എൻ്റെ പൊന്നച്ചായ, ഞാൻ അവനോട് സംസാരിക്കാനൊന്നും പോകുന്നില്ല. പിള്ളേരൊക്കെ അവരുടെ ലെവലിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അച്ചായൻ അവൻ്റെ മുറിയിലൊന്ന് കയറി നോക്കണം. അതെന്താടാ അവൻ്റെ റൂമിൽ ഇത്ര പ്രത്യേകത? അവൻ്റെ റൂമിൽ കഴിഞ്ഞ ദിവസം കയറിയപ്പോൾ കിട്ടിയതാ കുറച്ച് പടമൊക്കെ. അച്ചായൻ നോക്കിക്കേ, ഇവരെ ആരെങ്കിലുമൊക്കെ പരിചയമുണ്ടോയെന്ന്. ഈ പടം കണ്ടിട്ട് ഏകദേശം ഗദരദേശത്തെ ഭൂതസ്ഥരെ പോലെ ഉണ്ടല്ലോ. പഴയ നിയമഭക്തന്മാരായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു വളർച്ചയെ. അച്ഛാ, മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കത്തില്ലല്ലോ. തൊമ്മിച്ച, ഇതാരാ? ഇതെന്താ കാടുകളായി വരുന്നത്? ഹലോ അങ്കിൾ പാപ്പച്ചൻ, ഹൗ ആർ യു? ഇതാരാ തൊമ്മിച്ച? സൗണ്ട് കേട്ടിട്ട് നമ്മുടെ ടിവി മോനെ പോലെ ഉണ്ടല്ലോ. കോടി കഴിഞ്ഞ ശേഷം ഇവിടെ ബാർബർ ഷോപ്പ് ഒന്നും ഓപ്പൺ ആക്കിയില്ലല്ലോ. ഇവൻ ആകെ ആള് മാറിപ്പോയല്ലോ. ഇതാ അച്ചായ, അച്ചായനോട് ഞാൻ പറഞ്ഞത് എൻ്റെ മോൻ ഹൈടെക് ആയെന്ന്. നമ്മൾ ആലോചിച്ച് കാര്യമൊന്നും ഇനിയും അവനോട് പറയേണ്ട കേട്ടോ. ഞാനിവിടെ വന്നിട്ടുമില്ല, നമ്മൾ ഒന്നും സംസാരിച്ചിട്ടുമില്ല. എന്താ അങ്കിൾ, വല്ല കല്യാണ ആലോചനയുമാണോ? തൊമ്മിച്ച, എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. മമ്മി, കഴിക്കാനൊന്നുമില്ലേ? എൻ്റെ പൊന്നു മോൻ ഇപ്പൊ കഴിക്കാൻ തരാം. ആ പാപ്പച്ചായൻ അവിടെ പോയി എന്തൊക്കെ ആരോടൊക്കെ പറയുമെന്ന് ഒരു പിടിയുമില്ല. എൻ്റെ കർത്താവേ, ഈ ചർച്ചിലുള്ളവരെയൊക്കെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? നിങ്ങൾ എന്താ മനുഷ്യ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? നീ ഒന്നും മിണ്ടാതിരിക്കും ചിന്നു. അവനെ അവൻ്റെ വഴിക്ക് അങ്ങ് വിട്ടേക്ക്. അപ്പൻ ഇപ്പോഴാ എൻ്റെ ശരിക്കുള്ള അപ്പനായത്. എന്തിനാ ഞാൻ എൻ്റെ എനർജി വേസ്റ്റ് ആക്കുന്നത്? അപ്പനും കൊള്ളാം, മോനും കൊള്ളാം. നോ, ഐ എം ഹംഗ്രി. എൻ്റെ ടിബി, കർത്താവ് പറഞ്ഞിരിക്കുന്നത് നെറ്റിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്നാ. മമ്മിക്കറിയില്ലേ എനിക്ക് അപ്പം ഇഷ്ടമല്ലെന്ന്? എനിക്ക് ഓംലേറ്റ് മതി. അയ്യോ, എൻ്റെ ഗെറ്റ് ടുഗറിന് സമയമായി. മമ്മി, പെട്ടെന്നൊരു ബുൾസ ഉണ്ടാക്കൂ. നിങ്ങൾ അമ്മയും മോനും കൂടി അപ്പമോ ബുൾസയോ എന്തേലുമൊക്കെ കാണിക്കും. ഞാൻ ഓഫീസിലേക്ക് പോകുക. ഹലോ ഹലോ, സബാൽ ഖീർ. അത് വേദ്മൽ ടിബി തോം വാട്ട്? അതിൻ്റെ അറബിക്? നോ സർ, ഓൺലി ഇംഗ്ലീഷ്. യുവർ സൺ അറ്റ് ജഗറ പോലീസ് സ്റ്റേഷൻ. കം ഫാസ്റ്റ്. നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കുക? ഞാനത് എത്ര പ്രാവശ്യമായി നിങ്ങളെ വിളിക്കുന്നു. ഞാൻ ഓഫീസിലാണടി, കാര്യം പറ. നിങ്ങളെ കിട്ടാഞ്ഞിട്ട് ഞാനിപ്പോൾ രഞ്ജിത്ത് ബ്രദറിനെ വിളിച്ചു. നമ്മുടെ മോന്റെ കാര്യം വല്ലതും അറിഞ്ഞോ? എന്ത് പറ്റിയടി, കാര്യം പറ. എനിക്കിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നെന്നേ. പോലീസ് സ്റ്റേഷനിൽ നിന്നോ? നമ്മുടെ മോനെ എന്തോ കേസിന് ആരവിടെ പിടിച്ചു വച്ചേക്കുക. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അച്ചായ. നീ ചുമ്മാ അതും ഇതും പറയാതെ അറബിയിൽ പറഞ്ഞിട്ട് നിനക്ക് വല്ല മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും. അല്ല അച്ചായ, അച്ചായൻ എന്തായാലും ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയേ. എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ലാന്നേ. നീ ഒരു ടാക്സി പിടിച്ച് പെട്ടെന്ന് ഇറങ്ങടി. ഇല്ലാന്നേ, എന്റെ മുഖത്തിപ്പോൾ ഫേസ് മാസ്ക് ഇട്ടിരിക്കുക. അവര് പറഞ്ഞു 2 മണിക്കൂർ കഴിഞ്ഞേ കഴുകിക്കളയാവുന്ന. ചെറുക്കൻ ഓരോന്ന് പറ്റിയിരിക്കുമ്പോൾ അവളുടെ ഒരു ഫേസ് മാസ്ക്. അയ്യോ, ഇനി എന്ത് ചെയ്യുക? പാസ്റ്ററോട് കൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയാം. ഹലോ ഹലോ, പാസ്റ്റർ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ടിബിമോൻ എന്തോ കേസിൽപ്പെട്ട് ജയിലില്ല. പാസ്റ്റർ അങ്കിളിനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ പാസ്റ്ററോട് പറഞ്ഞേക്കാം കേട്ടോ. പ്രസംഗം കഴിഞ്ഞിറങ്ങിയാൽ ഉടൻ പറഞ്ഞേക്കാം. ഓക്കെ ഓക്കെ. അവര് വന്നെന്നാ തോന്നുന്നേ.
നിങ്ങളെ കുടുംബമായും അല്ലാതെയും ഞാൻ എത്ര തവണ ഉപദേശിച്ചതാ. ദൈവാലോചനയെ നാം തുച്ഛീകരിക്കരുത്. ഇത്രയുമല്ലേ സംഭവിച്ചിട്ടുള്ളോ എന്ന് ഓർക്കുക. തമ്പുരാൻ ബാലശിക്ഷ നൽകുന്നത് ഒരിക്കലും നമ്മുടെ ദോഷത്തിനായിട്ടല്ല, ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാ. നമ്മുടെ ജീവിതത്തിൽ ഒരു അവസരം കൂടി ലഭിച്ചു എന്ന് കരുതിയാൽ മതി. കോവിഡിന് ശേഷം നിങ്ങൾ ആകെ മാറിപ്പോയി. ഇവന്റെ മുഖം ഇന്നെങ്കിലും ഒന്ന് പൂർണ്ണമായി കാണാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ടിബിമോനെ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞാൻ പറഞ്ഞതല്ലേ നിന്റെ മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കണമെന്ന്. സത്യത്തിൽ നിനക്കെന്താ പറ്റിയത്? ഒന്നും പറയണ്ട പാസ്റ്ററെ, എന്റെ കൂട്ടുകെട്ട് എന്നെ ചതിച്ചതാ. എന്നാൽ എന്റെ ദൈവം അതിൽ നിന്ന് എന്നെ വിടുവിച്ചു. ശരിയാ പാസ്റ്ററെ, പാസ്റ്റർ പറഞ്ഞതെല്ലാം ശരിയാണ്. ഒരപ്പൻ എന്ന നിലയിൽ ഞാനൊരു ഭൂലോക തോൽവിയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇവൻ റൂമിൽ കയറി കഥകടച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമായിരിക്കും എന്ന് കരുതി. ആ സമയത്തൊക്കെ ഇവൻ വലിയ വലിയ കെണികളിൽ അകപ്പെടുകയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല.